നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പറയിവറ്റ പന്തിരുകുലത്തിലെ ഒരംഗമായ നാറാണത്ത് ഭ്രാന്തനെ പറ്റിയുള്ള ഐതിഹ്യ കഥകളാണ്. നാറാണത്ത് ഭ്രാന്തനെ പറ്റി ധാരാളം ഐതിഹ്യ കഥകൾ, കേൾവി കേട്ട ഒട്ടേറെ ഐതിഹ്യ കഥകൾ നിലവിലുണ്ട്. നാറാണത്തുമലയിലെ ഉണ്ണി ഉറക്കമുണർന്നാലുടൻ രായിരനെല്ലൂരിലെ മലമുകളിലേക്ക് ഓടുവാനും വലിയ പാറക്കല്ലുകൾ ഉരുട്ടിയാണ് മലകയറ്റം കഷ്ടപ്പെട്ട് മലമുകളിൽ എത്തിച്ച പാറ താഴേക്ക് ഉരുട്ടിവിടുന്നതും അത് കണ്ട് കൈകൊട്ടി ചിരിക്കുന്നതും ഒക്കെ കൗതുകകരമായ കാഴ്ചയാണ്. മനുഷ്യൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ വൃഥാവാണ് എന്ന് തെളിയിക്കുന്നതാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ ഓരോ ചെയ്തികളും. ഐതിഹ്യങ്ങളിൽ ഭ്രാന്തൻ എന്ന പേരിൽ കുപ്രസിദ്ധനായെങ്കിലും നാറാണത്ത് ഭ്രാന്തന് ഭ്രാന്തില്ലായിരുന്നുവെന്ന് ഓരോ കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാകും. മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുന്നത് പോലെയുള്ള വിചിത്ര സ്വഭാവങ്ങളാണ് വളർന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ഭ്രാന്തൻ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത്. ചെത്തല്ലൂർ, തിരുവേഗപ്ര, അങ്ങാടിപ്പുറം, രായിരനെല്ലൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ ഒരു കാലിൽ മന്തുമായി നാറാണത്ത് ഭ്രാന്തൻ അലഞ്ഞു നടന്നിരുന്നു. രായിരനെല്ലൂർ മലയുടെ താഴ്വാരങ്ങളിൽ നാറാണത്ത് ഭ്രാന്തൻ ഉരുട്ടിവിട്ട കല്ലുകൾ, ഉരുവിട്ട വാക്കുകൾ ഇന്നും അവിടെ പ്രതിധ്വനിക്കുന്നുണ്ട്. ആ കല്ലുകൾ അവിടെ കിടക്കുന്നുണ്ടത്രേ. ബ്രാഹ്മണ കുടുംബത്തിൽ വളർന്നിട്ടും ആചാര അനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തിയത് കൊണ്ട് നാറാണത്ത് ഭ്രാന്തനെ കുറച്ചുകൂടി താഴ്ന്ന ജാതിയായ ഇളയത് ആയിട്ടാണ് പരിഗണിച്ചിരുന്നതെന്ന് ഐതിഹ്യങ്ങളിൽ പ്രതിപാദിക്കുന്നു. രായിരനെല്ലൂരിൽ നിന്ന് അല്പം അകലെയുള്ള ഉയർന്ന പാറക്കെട്ടിലിരുന്നാണ് നാറാണത്ത് ഭ്രാന്തൻ പഠനവും ധ്യാനവും നടത്തിയിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മല ഇന്ന് ഭ്രാന്താലജലം എന്നറിയപ്പെടുന്നു. അവിടെയുള്ള കാഞ്ഞിരമരത്തിൽ ചങ്ങലകളിട്ട് ഭ്രാന്തനെ തളച്ചിരുന്നു. ഭ്രാന്താചലത്തിൽ തപസ്സു ചെയ്യുമ്പോൾ ഭ്രാന്തന് ഒരു ആഗ്രഹം തോന്നി, ഒരു ക്ഷേത്രം പണിയണം. എന്നാൽ നാറാണത്ത് ഭ്രാന്തൻ വിളിച്ചിട്ട് ക്ഷേത്രം പണിയാൻ ഒരാൾ പോലും വന്നില്ല. ആ രാത്രി നാറാണത്ത് ഭ്രാന്തൻ മലമുകളിൽ കയറി നിന്ന് ഉറക്കെ വിളിച്ചു, ഭൂതഗണങ്ങളെ വരൂ. ഭ്രാന്തനെ ഭയപ്പെട്ട ഭൂതഗണങ്ങൾ അപ്പോൾ തന്നെ പാഞ്ഞെത്തി. നാറാണത്ത് ഭ്രാന്തൻ അവരോട് പറഞ്ഞു, ഈ മലയുടെ കിഴക്കുഭാഗത്ത് കരിമ്പാറയിൽ 3 ഗുഹാക്ഷേത്രങ്ങൾ ഉടൻ നിർമ്മിക്കണം. ഭൂതങ്ങൾ തൽക്ഷണം അത് സമ്മതിച്ചു. അപ്പോൾ തന്നെ പണി തുടങ്ങി. ഭൂതഗണങ്ങൾ അന്ന് രാത്രി കൊണ്ട് തന്നെ കൈനഖം ഉപയോഗിച്ച് കൈനഖം കൊണ്ട് മാന്തി തുരന്ന് 3 ക്ഷേത്രങ്ങളും അനേകം തീർത്ഥക്കിണറുകളും നിർമ്മിച്ചു. നേരം പുലർന്നപ്പോൾ ആളുകൾ അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഉത്തര കേരളത്തിലെ അനേകം ക്ഷേത്രങ്ങളിൽ നാറാണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ചെത്തല്ലൂരിലെ ആമയൂർമന നാറാണത്തുമംഗലത്ത് എന്ന് അറിയപ്പെട്ടിരുന്നു. ഭാരതപ്പുഴയുടെ പോഷകനദിയായ തൂതപ്പുഴയുടെ തീരത്താണ് ആമയൂർമന. നാരായണമംഗലത്ത് എന്നതിൻ്റെ ചുരുക്കപ്പേരായി പരിസരവാസികൾ ആ മനയെ നാറാണത്തുമന എന്നു തന്നെയാണ് വിളിച്ചിരുന്നത്. ഭദ്രകാളിയുമായി ബന്ധപ്പെട്ട് നാറാണത്ത് ഭ്രാന്തനുമായി ബന്ധിപ്പിച്ച് ഒരു കഥയുണ്ട്. മലയിലെ കല്ലുരുട്ടൽ കഴിഞ്ഞാൽ എന്നും ഉച്ച കഴിഞ്ഞ് ചെമ്പുപാത്രവുമായി നാറാണത്ത് ഭ്രാന്തൻ ഭിക്ഷയ്ക്കിറങ്ങും. വൈകിട്ട് എവിടെ എത്തുന്നുവോ അവിടെ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും. ഒരു ദിവസം വൈകിട്ട് അദ്ദേഹം ശ്മശാനത്തിലാണ് എത്തിച്ചേർന്നത്. തീ ആളുന്ന ചിത കണ്ട ഭ്രാന്തൻ പാചകത്തിന് പറ്റിയ സ്ഥലം ഇതുതന്നെയെന്ന് തീരുമാനിച്ചു. അടുപ്പ് കൂട്ടി ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച അദ്ദേഹം ശേഷം മന്തുള്ള ഇടതുകാൽ ഉയർത്തി അടുപ്പുകല്ലിൽ വെച്ച് തീ കാഞ്ഞു. ഉടൻ ഉറക്കവുമായി. ചുറ്റും അലർച്ചയും അട്ടഹാസവും കേട്ടാണ് അദ്ദേഹം കണ്ണു തുറന്നത്. മുന്നിലതാ ചുടലഭദ്രകാളി, ചുറ്റും ഭൂതപ്രേത പിശാചുക്കളുടെ കൂട്ടം. ചുടുകാട്ടിൽ അർദ്ധരാത്രിയിൽ ഒരു മനുഷ്യനെ കണ്ട് അവർ അമ്പരന്നു. ഭൂതപ്രേത പിശാചുക്കൾ അയാളെ പിച്ചിച്ചീന്താൻ മുന്നോട്ടാഞ്ഞപ്പോൾ ചുടലഭദ്രകാളി പറഞ്ഞു, നിൽക്കൂ, എടുത്തു ചാടേണ്ട. ഒരു സാധാരണക്കാരൻ ഇവിടെ ഇങ്ങനെ അർദ്ധരാത്രിയിൽ ഇരിക്കില്ല. തങ്ങൾ ചുടലയിൽ നൃത്തം ചെയ്യാൻ എത്തിയതാണെന്നും അവിടെ നിന്നും മാറണമെന്നും ഭദ്രകാളി ആവശ്യപ്പെട്ടു.
നിങ്ങൾ നൃത്തം ചെയ്തോളൂ, ഞാനിവിടെ ഇരിക്കും. ഇതായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ്റെ മറുപടി. മനുഷ്യരുടെ മുമ്പിൽ നൃത്തം ചെയ്യാറില്ല എന്ന് പറഞ്ഞ ചുടലഭദ്രകാളിയോട് എങ്കിൽ ഞാൻ പോയിട്ട് നാളെ നൃത്തം ചെയ്യാം എന്നായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ്റെ മറുപടി. ചുടലഭദ്രകാളി ഭ്രാന്തനോട് പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരെ കണ്ടാൽ ഒന്നുകിൽ പിച്ചി ചീന്തും, അല്ലെങ്കിൽ അനുഗ്രഹിക്കും. അങ്ങയ്ക്ക് എന്തു വരമാണ് വേണ്ടത്? നാറാണത്ത് ഭ്രാന്തൻ ചോദിച്ചു. ഞാൻ എന്നു മരിക്കുമെന്ന് പറയാമോ? 36 വർഷവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോഴാണ് അങ്ങയുടെ മരണം. ഓഹോ, എങ്കിൽ എൻ്റെ ആയുസ് ഒരു ദിവസം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, ഭദ്രകാളി തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഭ്രാന്തൻ പറഞ്ഞു, എങ്കിൽ എൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റും. അങ്ങനെ സംഭവിക്കട്ടെ, ഭദ്രകാളി പറഞ്ഞു. ഉടൻ നാറാണത്ത് ഭ്രാന്തൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലായി. ചുടലഭദ്രകാളിയും സംഘവും അപ്രത്യക്ഷരാകുകയും ചെയ്തു. നാറാണത്ത് ഭ്രാന്തൻ പ്രസിദ്ധനായ താന്ത്രികനും ജ്യോതിശാസ്ത്രജ്ഞനും ഗണിത വിദഗ്ധനുമായിരുന്നു. ജ്യോതിശാസ്ത്രത്തിൽ കേരളത്തിൻ്റെ സംഭാവനയായ പരഹിതകരണം എന്ന കൃതിയുടെ രചയിതാവ് നാറാണത്ത് ഭ്രാന്തനാണെന്നാണ് ഒരു വിശ്വാസം. നാറാണത്ത് ഭ്രാന്തനെ പറ്റിയുള്ള 2 ഐതിഹ്യ കഥകളാണ് ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.